കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15:19. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവത്തിൽ പലരും ആശ്രയിക്കുന്നത് കഷ്ടതയിലാണ്, അല്ലെങ്കിൽ കഷ്ടതകൾ വരാതിരിക്കാനാണ്. ജീവിതത്തിൽ കഷ്ടതകൾ കൂടെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. മനുഷ്യൻ ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തേ തീരൂ. മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും ഈ പോരാട്ട മനോഭാവം ആവശ്യമാണ്. എത്രയോ വലിയ വെല്ലുവിളികൾ ചരിത്രത്തിൽ അഭിമുഖീകരിച്ചും അതിജീവിച്ചുമാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കഷ്ടതകൾ ഉന്മൂലനം ചെയ്യാനല്ല, അവയെ നേരിടാനും അതിജീവിക്കാനുമുള്ള സഹായവും ഇച്ഛാശക്തിയും ലഭിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിനും ആവശ്യങ്ങൾക്കും ദൈവത്തോട് സഹായം അപേക്ഷിക്കുന്നത് തെറ്റൊന്നുമല്ല. ഏതൊരു കാര്യവും ദൈവത്താൽ മാത്രമേ ഞങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ എന്ന മനോഭാവം എപ്പോഴും നല്ലതാണ്. പരാജയപ്പെടുമ്പോൾ ദൈവഹിതമെന്ന് ആശ്വസിക്കാനും വിജയിക്കുമ്പോൾ സ്വന്തം കഴിവാണെന്ന് അഹങ്കരിക്കാതിരിക്കാനും അത് കാരണമാകും. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഇത്തരം ആവശ്യങ്ങൾക്കായി മാത്രമാണെങ്കിൽ അത് കേവലം സ്വാർത്ഥതയാണ്. ദൈവഭക്തി ഇവിടുത്തെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ആ കാര്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ അടുത്തെന്തെങ്കിലും ആവശ്യങ്ങൾ വരാനായി കാത്തിരിക്കുന്നെങ്കിൽ അത് യഥാർത്ഥമോ നിർമ്മലമോ ആയ ഭക്തി അല്ല. ദൈവം അത് അംഗീകരിക്കുകയുമില്ല. ഇങ്ങനെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്കായി മാത്രം ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മറ്റു സകല മനുഷ്യരിലും വെച്ച് കഷ്ടമാണ് അവരുടെ അവസ്ഥ എന്നാണ്. കാരണം ദൈവഭയമില്ലാത്തവർ, സത്യദൈവത്തെ അറിയാത്തവർ അതുനിമിത്തം തങ്ങൾക്കിഷ്ടമുള്ള ജീവിതം നയിക്കുമ്പോൾ കാര്യസാധ്യങ്ങൾക്കാണെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ജീവിതം നയിക്കുന്നവർ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാകും. എന്നാൽ അവർക്ക് നിത്യതയിൽ സ്വർഗ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനും കഴിയുകയില്ല. ആകയാൽ നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് നിത്യജീവനെ ആധാരമാക്കിയാകണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.